നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമാങ്ങ കൊണ്ടുള്ള സർബത്താണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പൊട്ടുമാകരുത്, എന്നാൽ പഴുത്തതുമാകരുത്. ചില കൂട്ടുകാർക്കൊരു ഡൗട്ട് ഉണ്ടാകും, പച്ചമാങ്ങ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നമ്മുടെ വയറിന് പ്രോബ്ലം ഉണ്ടാകുമോ എന്ന്. അങ്ങനെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല, നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ മാങ്ങയുടെ പകുതിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത മാങ്ങയെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ഏലക്ക കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഒരു ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വെള്ളമില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് തണുത്ത വെള്ളം എല്ലാം ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബും ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർക്കുന്നില്ല. മാങ്ങാ സർബത്ത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്തിലേക്ക് കുറച്ച് സബ്ജ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കുതിർത്തെടുത്ത സബ്ജയാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് സർബത്ത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങാ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.